ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല ആൾക്കാരും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുള്ള, അല്ലെ പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു ബ്രില്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമ്മളിപ്പം ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്, ഫിസിക്കൽ സ്റ്റോറിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ പ്രൈസ് 99 എൻഡ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ നമുക്ക് റീചാർജ് പ്ലാൻസ് ഉണ്ട് ഇത്തരത്തിൽ 99 റുപ്പീസിൽ എൻഡ് ചെയ്യുന്നതായിട്ട്. ഇപ്പം ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ഇനിയിപ്പം ഷൂസ്, നമുക്ക് വേണ്ട എന്ത് സാധനം ആയിക്കോട്ടെ 99 റുപ്പീസിൽ എൻഡ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ബിസിനസ് ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള പ്രൈസിങ് ചാർജ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രൈസ് അവർ റൗണ്ട് ഓഫ് ചെയ്യാത്തത്? അതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? അതിന് പിന്നിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൈസിങ്ങിന് നമ്മൾ സൈക്കോളജിക്കൽ പ്രൈസിങ് എന്നാ പറയുന്നത്. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രൈസിങ് ബിസിനസ് ഓർഗനൈസേഷൻ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ ഹ്യൂമൻ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിയാണ് അവരവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻ മൈൻഡ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് റീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം 199 റുപ്പീസ് എന്ന് കാണുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ആദ്യം വായിക്കുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് എന്ന് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കുക 100 രൂപയോ അല്ലെങ്കിൽ 100 രൂപയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത് കിടക്കുന്ന പൈസയാണെന്നാണ്. ഒരിക്കലും ഈ ഒരു പൈസ 200 രൂപയുടെ 1 രൂപ കുറവ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ 100 രൂപ അല്ലെങ്കിൽ 100 രൂപയുമായിട്ട് അടുത്ത് നിൽക്കുന്ന സംഖ്യ എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു സൈക്കോളജിയാണ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സൈക്കോളജിക്കൽ പ്രൈസിംഗ് മീൻസ് സെറ്റിംഗ് പ്രൈസ് ഇൻ എ വേ ദാറ്റ് ക്രിയേറ്റ് എ സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഓൺ കൺസ്യൂമേഴ്സ് ആൻഡ് എൻകറേജ് ദം ടു ബൈ. അപ്പൊ നമ്മൾ എന്താ 100 രൂപയേ ഉള്ളൂ അല്ലെങ്കിൽ 100 രൂപയോ കുറച്ച് ചില്ലറയേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ സാധനം വാങ്ങും. ഒരിക്കലും അതിന് 200 രൂപയാണ് എന്ന് നമ്മുടെ മൈൻഡ് അത്രത്തോളം അതിനെ ക്യാപ്ചർ ചെയ്യുന്നില്ല. എപ്പോഴും നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് 100 രൂപ. അപ്പൊ 1999 രൂപ എന്ന് കാണുന്ന സമയത്ത് അതിന്റെ ഡിഫറൻസ് 2000 ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 രൂപ മാത്രം കുറവാണ്. പക്ഷെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് 1000 എന്നാണ്. അപ്പൊ 1000 നിന്ന് 999 രൂപ കൂടുതലാണ് വരുന്നത് അല്ലെ. പക്ഷെ നമ്മൾ അത് അത്രത്തോളം ചിന്തിക്കുന്നില്ല. അതാണ് ബിസിനസ് ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വർക്ക്സ് ബൈ ഇൻഫ്ലുവൻസിംഗ് the customer's perception of the price rather than focusing on its actual value. ഇതിനെയാണ് സൈക്കോളജിക്കൽ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പൈസ കാണുന്ന സമയത്ത് 1000 എന്ന് കാണുന്ന സമയത്ത് നമ്മൾ എന്താണ് എക്സ്പെൻസീവ് ആണെന്ന് കരുതും. അപ്പൊ 999 ഇടുന്ന സമയത്ത് എന്താണ് അണ്ടോ 1000 എന്നുള്ള ഒരു മൈൻഡാണ് നമുക്ക് വരുന്നത് അല്ലെ. ദാറ്റ്സ് എ ഡീൽ എന്ന് പറഞ്ഞ് നമ്മൾ സാധനം വാങ്ങാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ റൗണ്ട് ഓഫ് ചെയ്യാത്തത്, ഇങ്ങനെയുള്ള 99 അവസാനിക്കുന്ന പ്രൈസസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും ചീപ്പർ ആയിട്ട് മോർ അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ഓർഗനൈസേഷൻ ഇങ്ങനെയുള്ള പ്രൈസിങ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന് പിന്നിലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. ഇനി നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് 99 കാണുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട കാര്യം ഇതാണ്. അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.